ഫൈനൽ അക്കൗണ്ട്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അഡ്ജസ്റ്റിംഗ് എൻട്രീസ് എന്താണെന്ന് നോക്കി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാം, പേ ചെയ്ത എക്സ്പെൻസസിൻ്റെയും റിസീവ് ചെയ്ത ഇൻകംസിൻ്റെയും എമൗണ്ടാണ് ട്രയൽ ബാലൻസിൽ വരുന്നത്. അത് വെച്ച് മാത്രം ഫൈനൽ അക്കൗണ്ട്സ് ചെയ്താൽ ആക്ച്വൽ പ്രോഫിറ്റ് ഓർ ലോസ് അറിയാൻ സാധിക്കില്ല. ഫൈനൽ അക്കൗണ്ട്സിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആൻഡ് ഇൻകം, അതുപോലെ ലോസസ്, പ്രോഫിറ്റ്സ് ഒക്കെ അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനം അഡ്ജസ്റ്റ് ചെയ്യണം. അതിനു വേണ്ടിയുള്ള എൻട്രീസാണ് അഡ്ജസ്റ്റിംഗ് എൻട്രീസ്. ക്യാഷ് ബേസിസിൽ നിന്നും അക്രൂവൽ ബേസിസിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് അഡ്ജസ്റ്റിംഗ് എൻട്രീസ് യൂസ് ചെയ്യുന്നത്. ട്രയൽ ബാലൻസിൽ വരുന്ന ഐറ്റംസ് ഒന്നെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട്, അല്ലെങ്കിൽ പി ആൻഡ് എൽ അക്കൗണ്ട്, അതുമല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് എവിടെയെങ്കിലും ഒരിടത്ത് കാണിച്ചാൽ മതി. അതായത് ഇപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസോ ഇൻകമോ ആണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട്, ഇൻഡയറക്റ്റ് എക്സ്പെൻസോ ഇൻകമോ ആണെങ്കിൽ പി ആൻഡ് എൽ അക്കൗണ്ട്, അസറ്റോ ലയബിലിറ്റിയോ ആണെങ്കിൽ ബാലൻസ് ഷീറ്റ്, ഇങ്ങനെ എവിടെയെങ്കിലും ഒരിടത്ത് കാണിച്ചാൽ മതി. അതേസമയം അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആയിട്ട് വരുന്നത് ഫൈനൽ അക്കൗണ്ട്സിൽ മിനിമം 2 സ്ഥലങ്ങളെങ്കിലും കാണിച്ചിരിക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് മാത്രം ഒന്നുകൂടെ പറയുകയാണ്. ട്രയൽ ബാലൻസിൽ വരുന്ന ഐറ്റംസ് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു തവണ മാത്രം കാണിച്ചാൽ മതി. അഡീഷണൽ ഇൻഫോർമേഷനായിട്ടോ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആയിട്ടോ വരുന്ന കാര്യങ്ങൾ മിനിമം 2 സ്ഥലങ്ങളെങ്കിലും കാണിച്ചിരിക്കണം. ട്രയൽ ബാലൻസിൻ്റെ കൂടെ യൂഷ്വലി എല്ലാ പ്രോബ്ലംസിലും അഡീഷണൽ ഇൻഫോർമേഷനായിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ തരുന്നുണ്ടാവും. സോ അഡ്ജസ്റ്റിംഗ് എൻട്രീസ് പറയുന്നതിന് മുമ്പ് ക്ലോസിംഗ് സ്റ്റോക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറയാം. To be shown on credit side of trading account and to be shown as an asset in balance sheet. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കണമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഈ വർഷം എന്തെങ്കിലും നമുക്ക് സ്റ്റോക്ക് കയ്യിലുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് ഇയറിൽ നമുക്ക് സെല് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അത് ബാലൻസ് ഷീറ്റിൽ അസറ്റായിട്ടും കാണിക്കണം. ഇനി ഏതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ഈ വീഡിയോയിൽ പറയുന്നതെന്ന് നോക്കാം. First one, outstanding expenses. Second one, prepaid expenses. Third one, income earned but not received. Fourth one, income received in advance. Fifth one, depreciation. Sixth one, bad debts, provision for bad debts and bad debts recovered. Seventh one, provision for discount on debtors and creditors. Adjustments ആയിട്ട് വരുന്നത് ഫൈനൽ അക്കൗണ്ട്സിൽ മിനിമം 2 സ്ഥലങ്ങളെങ്കിലും കാണിക്കണമെന്ന് ഓർക്കുക. 1 by 1 നോക്കാം. First one, outstanding expenses. It means expenses due but not paid. For example, ഒരു ബിൽഡിംഗ് ബിസിനസ് റെൻറ്റിന് എടുത്തു എന്ന് കരുതുക. ആ അക്കൗണ്ടിങ് ഇയറിൽ 10 monthsലെ പേയ്മെൻറ്റ് നടത്തി, പക്ഷേ 2 monthsലെ പേ ചെയ്തില്ല. 2 monthsലെ റെൻറ്റ് അടയ്ക്കേണ്ടതായിരുന്നു, പക്ഷേ അടച്ചില്ല. അതാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഡ്യൂ ആയി ബട്ട് പേ ചെയ്തിട്ടില്ല. ഇനി ജേർണൽ എൻട്രി നോക്കാം. എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് അക്കൗണ്ട്. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ച് റെൻറ്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് അക്കൗണ്ട്. ഇനി വേജസ് ആണെങ്കിൽ വേജസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഔട്ട്സ്റ്റാൻഡിങ് വേജസ് അക്കൗണ്ട്. ഇനി ഇതെങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം, ടു ബി ആഡഡ് വിത്ത് ദ കൺസേൺഡ് എക്സ്പെൻസ് ഇൻ ട്രേഡിംഗ് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രേഡിംഗ് പേ ആൻഡ് അക്കൗണ്ടിൽ അതാത് എക്സ്പെൻസിൻ്റെ കൂടെ ആഡ് ചെയ്യണം. റെൻറ്റ് പെയ്ഡിൻ്റെ കൂടെ ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് കൂടെ ആഡ് ചെയ്യണം. രണ്ടാമത്, ടു ബി ഷോൺ ആസ് എ ലയബിലിറ്റി ഇൻ ബാലൻസ് ഷീറ്റ്. പേ ചെയ്യാൻ ബാക്കി നിൽക്കുന്നത് കൊണ്ട് അത് ലയബിലിറ്റിയാണ്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി ആയിട്ടത് കാണിക്കണം. ട്രയൽ ബാലൻസിലാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് തന്നിരിക്കുന്നതെങ്കിൽ ഒരു സ്ഥലത്ത് കാണിച്ചാൽ മതിയല്ലോ. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി ആയിട്ട് മാത്രം കാണിച്ചാൽ മതി. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്. എക്സ്പെൻസസ് പെയ്ഡ് ഇൻ അഡ്വാൻസ്. ഡ്യൂ ആകുന്നതിന് മുമ്പ് തന്നെ മുൻകൂട്ടി പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ പ്രീപെയ്ഡ് എക്സ്പെൻസസ് അല്ലെങ്കിൽ അൺഎക്സ്പയർഡ് എക്സ്പെൻസസ് എന്ന് പറയും. ജേർണൽ എൻട്രി നോക്കാം. പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റഡ് ടു എക്സ്പെൻസ് അക്കൗണ്ട്. സപ്പോസ് റെൻറ്റ് പ്രീപെയ്ഡ് ആയിട്ട് അടച്ചിട്ടുണ്ടെങ്കിൽ, മുൻകൂട്ടി അടച്ചിട്ടുണ്ടെങ്കിൽ പ്രീപെയ്ഡ് റെൻറ്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു റെൻറ്റ് അക്കൗണ്ട്. ഇനി ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ടു ബി ഡിഡക്റ്റഡ് ഫ്രം ദ കൺസേൺഡ് എക്സ്പെൻസ് ഇൻ ട്രേഡിംഗ് ഓർ പി ആൻഡ് എൽ അക്കൗണ്ട് ആൻഡ് ടു ബി ഷോൺ ആസ് ആൻ അസറ്റ് ഇൻ ബാലൻസ് ഷീറ്റ്.
അതാത് എക്സ്പെൻസിൻ്റെ കൂടെ പ്രീപെയ്ഡ് എക്സ്പെൻസ് ലെസ് ചെയ്ത് കാണിക്കണം. പിന്നെ ബാലൻസ് ഷീറ്റിലും കാണിക്കണം. നേരത്തെ പേയ്മെൻറ്റ് നടത്തിയത് കൊണ്ട് ബിസിനസ്സിന് അത് ബെനിഫിഷ്യലാണ്. അതുകൊണ്ട് അതിനെ അസറ്റായിട്ടായിരിക്കണം ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടത്. ട്രയൽ ബാലൻസിലാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് തന്നിരിക്കുന്നതെങ്കിൽ അസറ്റായിട്ട് മാത്രം കാണിച്ചാൽ മതിയോ. ഷോർട്ടാക്കി ഒന്ന് പറയാം. അതാത് എക്സ്പെൻസിൻ്റെ കൂടെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ആഡ് ചെയ്യണം, പ്രീപെയ്ഡ് എക്സ്പെൻസസ് ലെസ് ചെയ്യണം. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ലയബിലിറ്റിയാണ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ് അസറ്റാണ്. ഇനി ഇവ രണ്ടും ട്രയൽ ബാലൻസിലാണ് തന്നിരിക്കുന്നതെങ്കിൽ ബാലൻസ് ഷീറ്റിൽ മാത്രം കാണിച്ചാൽ മതി, ഏതർ അസറ്റ് ഓർ ലയബിലിറ്റി. അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കാം. ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്, ഔട്ട്സ്റ്റാൻഡിങ് ഓർ അക്രൂഡ് ഇൻകം. ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന ഇയറിലാണ് ഒരു പർട്ടിക്കുലർ ഇൻകം ഏൺ ചെയ്തത്. ആ അക്കൗണ്ടിങ് ഇയറിലാണ് അത് കിട്ടേണ്ടിയിരുന്നത്, പക്ഷെ കിട്ടിയില്ല. ഏൺ ചെയ്തു പക്ഷെ റിസീവ് ചെയ്തിട്ടില്ല. എക്സാമ്പിൾ, ഡിവിഡൻഡ് ഏൺ ചെയ്തു പക്ഷെ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് വരെ ആ ഡിവിഡൻഡ് കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ളതാണ് ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ജേർണൽ എൻട്രി എങ്ങനെയാണെന്ന് നോക്കാം. അക്രൂഡ് ഇൻകം അക്കൗണ്ട് ഡെറ്റഡ് ടു ഇൻകം അക്കൗണ്ട്. ഇനി എങ്ങനെയാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നോക്കാം. ടു ബി ആഡഡ് വിത്ത് ദ കൺസേൺഡ് ഇൻകം ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ടു ബി ഷോൺ ആസ് ആൻ അസറ്റ് ഇൻ ബാലൻസ് ഷീറ്റ്. അതാത് ഇൻകമിൻ്റെ കൂടെ അക്രൂഡ് ഇൻകം, അതായത് കിട്ടാനുള്ള ഇൻകം കൂടെ ആഡ് ചെയ്യണം. ഇനി നമുക്ക് നെക്സ്റ്റ് ഇയറിൽ അത് കിട്ടുമെന്ന് പ്രതീക്ഷ ഉള്ളത് കൊണ്ട് നമ്മളതിനെ ബാലൻസ് ഷീറ്റിൽ അസറ്റായിട്ടും കാണിക്കണം. ഇങ്ങനെ രണ്ടിടത്താണ് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഇതല്ലാതെ ട്രയൽ ബാലൻസിൽ മാത്രമാണ് നമുക്ക് ഇൻകം ഏൺ ബട്ട് നോട്ട് റിസീവ്ഡ് തരുന്നതെങ്കിൽ അസറ്റായിട്ട് മാത്രം കാണിച്ചാൽ മതി. ഇനി അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോകാം. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഇൻകം നോട്ട് ഏൺഡ് ബട്ട് റിസീവ്ഡ് ഓർ അൺഎക്സ്പയർഡ് ഇൻകം. കറണ്ട് അക്കൗണ്ടിങ് ഇയറിൽ കിട്ടിയ ഇൻകമിൽ നെക്സ്റ്റ് ഇയറിലെ ഇൻകമും ഇൻക്ലൂഡഡ് ആകുന്ന കേസസ് വരും. എക്സാമ്പിൾ പറയാം, ബിസിനസ്സിന് ഇങ്ങോട്ട് കമ്മീഷൻ തന്നപ്പോൾ അടുത്ത ഇയറിൽ കുറച്ച് എമൗണ്ട് കൂടെ തന്നെന്ന് വരാം. അങ്ങനെയൊക്കെ ഉള്ളതിനെയാണ് അഡ്വാൻസ് ഇൻകം എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള അഡ്വാൻസ് ഇൻകത്തെ അൺഎക്സ്പയർഡ് ഇൻകം എന്നും പറയും. ജേർണൽ എൻട്രി നോക്കാം. ഇൻകം അക്കൗണ്ട് ഡെറ്റഡ് ടു ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട്. എങ്ങനെയാണ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. രണ്ടിടത്ത് വേണമല്ലോ. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടു ബി ഡിഡക്റ്റഡ് ഫ്രം ദ കൺസേൺഡ് ഇൻകം ഇൻ P&L അക്കൗണ്ട് ആൻഡ് ടു ബി ഷോൺ ആസ് എ ലയബിലിറ്റി ഇൻ ബാലൻസ് ഷീറ്റ്. ഇൻകം റിസീവ്ഡിൽ നിന്നും ഫ്യൂച്ചർ അല്ലെങ്കിൽ അഡ്വാൻസ് ഇൻകം ഡിഡക്റ്റ് ചെയ്യണം. മണി നേരത്തെ റിസീവ് ചെയ്തതുകൊണ്ട് നെക്സ്റ്റ് ഇയറിൽ അത് തന്നവർക്ക് സർവീസ് ചെയ്യാൻ ബിസിനസ് ലയബിളാണ്. സോ ബാലൻസ് ഷീറ്റ് ലയബിലിറ്റിയായി കാണിക്കണം. ഇനി ഇതുവരെ നമ്മളെല്ലാം പറഞ്ഞതുപോലെ തന്നെ ട്രയൽ ബാലൻസിൽ മാത്രമാണ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് വരുന്നതെങ്കിൽ ഒരിടത്ത് കാണിച്ചാൽ മതി, ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി ആയിട്ട് മാത്രം. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഡിപ്രിസിയേഷൻ. യൂഷ്വലി അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് വരുന്നതാണ് ഡിപ്രിസിയേഷൻ. എന്താണ് ഡിപ്രിസിയേഷൻ? ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ് ഡ്യൂ ടു വെയർ ആൻഡ് ടെയർ, പാസേജ് ഓഫ് ടൈം, ഒബ്സലസൻസ് എക്സെട്ര. ഫിക്സ്ഡ് അസറ്റ്സ് അല്ലെങ്കിൽ ടാൻജിബിൾ അസറ്റ്സിൻ്റെ വാല്യൂ കുറയുന്നതിനാണ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അസറ്റ് കണ്ടിന്യൂസ്ലി ഉപയോഗിക്കുന്നത് കൊണ്ട് തേയ്മാനം ഉണ്ടാകാം, അതാണ് വെയർ ആൻഡ് ടെയർ. ചിലപ്പോൾ അസറ്റ് ഉപയോഗിക്കാതെ വെറുതെ വെച്ചിരിക്കുന്നത് കൊണ്ട് അത് യൂസ്ലെസ് ആയി പോകാം, അങ്ങനെ വാല്യൂ കുറയാം. ഔട്ട്ഡേറ്റഡ് ആയി പോയാലും അസറ്റിൻ്റെ വാല്യൂ കുറയാം, അതാണ് ഒബ്സലസൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ പല റീസൺസ് കൊണ്ട് അസറ്റിൻ്റെ വാല്യൂ ഡിക്രീസ് ആകാം. ഡിപ്രിസിയേഷൻ്റെ എൻട്രി ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു അസറ്റ് അക്കൗണ്ട്. ഇനി ഡിപ്രിസിയേഷൻ വരുമ്പം എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് പോലെ ആയതുകൊണ്ട് P&L അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ അത് കാണിക്കണം. പിന്നെ ബാലൻസ് ഷീറ്റിലെ അസറ്റിൽ നിന്നും ഡിപ്രിസിയേഷൻ ലെസ് ചെയ്തും കാണിക്കണം. P&L അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിലെ അസറ്റിൽ നിന്നും ലെസ് ചെയ്തും കാണിക്കണം.
ഡിപ്രിസിയേഷൻ ട്രയൽ ബാലൻസിൽ മാത്രമാണ് തന്നിരിക്കുന്നതെങ്കിൽ പി ആൻഡ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസ് ആയിട്ട് മാത്രം കാണിച്ചാൽ മതിയാവും. നെക്സ്റ്റ് ടോപ്പിക്ക് ബാഡറ്റ്സ്. ബാഡറ്റ്സ് എന്ന് പറഞ്ഞാൽ കിട്ടാക്കടം. ബിസിനസ്സിന് ക്യാഷ് തരാനുണ്ടായിരുന്ന ഡെറ്റേഴ്സിൽ നിന്നും ഇനി കിട്ടില്ലെന്ന് ഉറപ്പുള്ള എമൗണ്ടിനെയാണ് ബാഡറ്റ് എന്ന് പറയുന്നത്. അത് റൈറ്റ് ഓഫ് ചെയ്യണം. ഡെറ്റ് ദാറ്റ് കനോട്ട് ബി റിക്കവേർഡ് ഫ്രം ഡെറ്റേഴ്സ്. അതിൻ്റെ ജേണൽ എൻട്രി ബാഡറ്റ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഡെറ്റേഴ്സ് അക്കൗണ്ട്. ദെൻ പ്രൊവിഷൻ ഫോർ ബാഡറ്റ്സ്. പ്രൊവിഷൻ ക്രിയേറ്റഡ് ടു മീറ്റ് എനി ബാഡറ്റ്സ്. ബാഡറ്റ്സ് എന്തെങ്കിലും ഉണ്ടായാൽ ആ നഷ്ടം മീറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കുന്ന പ്രൊവിഷനാണ് പ്രൊവിഷൻ ഫോർ ബാഡറ്റ്സ്. അതിൻ്റെ ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റഡ് ടു പ്രൊവിഷൻ ഫോർ ബാഡറ്റ്സ്. ഇത്രയും പ്രൊവിഷൻസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ബാഡറ്റ്സും പ്രൊവിഷൻ ഫോർ ബാഡറ്റ്സും അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞുതരാം. പി ആൻഡ് എൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാണിക്കേണ്ടത്. ആദ്യം ടു ബാഡറ്റ്സ് എന്ന് പറഞ്ഞ് ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്ന ബാഡറ്റ്സിൻ്റെ എമൗണ്ട് എത്ര ആണോ അത് കാണിക്കുക. അതിൻ്റെ കൂടെ അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ എന്തെങ്കിലും ബാഡറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ അത് ന്യൂ ബാഡറ്റ്സ് എന്ന് പറഞ്ഞ് ആഡ് ചെയ്യുക. അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്തെങ്കിലും പ്രൊവിഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ അത് ന്യൂ പ്രൊവിഷൻസ് എന്ന് പറഞ്ഞ് ആഡ് ചെയ്യുക. ലാസ്റ്റ്ലി ട്രയൽ ബാലൻസിൽ എന്തെങ്കിലും പ്രൊവിഷൻ ഫോർ ബാഡറ്റ്സോ ഡൗട്ട്ഫുൾ ഡെറ്റ്സോ തന്നിട്ടുണ്ടെങ്കിൽ അത് ഓൾഡ് പ്രൊവിഷൻ എന്ന് പറഞ്ഞ് ലെസ് ചെയ്യുക. ഒന്നുകൂടെ പറയാം. ഓൾഡ് ബാഡറ്റ്സ് പ്ലസ് ന്യൂ ബാഡറ്റ്സ് പ്ലസ് ന്യൂ പ്രൊവിഷൻ മൈനസ് ഓൾഡ് പ്രൊവിഷൻ. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഫൈനൽ എമൗണ്ട് വേണം ഔട്ടർ കോളത്തിൽ എഴുതാനായിട്ട്. ഇതൊരു ഫോർമുല പോലെ പഠിക്കുക. ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്നതിനെയാണ് ഓൾഡ് ബാഡറ്റ്സ് ഓൾഡ് പ്രൊവിഷൻ എന്നൊക്കെ പറയുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിരിക്കുന്നതിനെയാണ് ന്യൂ ബാഡറ്റ്സ് ന്യൂ പ്രൊവിഷൻ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. ഇത് നന്നായിട്ട് മനസ്സിലാക്കിയാൽ ഈസി ആയിട്ട് പ്രോബ്ലംസ് ചെയ്യാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ബാഡറ്റ്സ് ഗിവൺ ഇൻ ട്രയൽ ബാലൻസ് ₹600. പ്രൊവിഷൻ ഫോർ ബാഡറ്റ്സ് ഇൻ ട്രയൽ ബാലൻസ് ₹1000. സൺഡ്രി ഡെറ്റേഴ്സ് ₹20,000. ഇനി അഡ്ജസ്റ്റ്മെൻറ്റിൽ ഫർദർ ബാഡറ്റ്സ് ടു ബി റിട്ടേൺ ഓഫ് ₹200. പ്രൊവിഷൻ ഫോർ ബാഡറ്റ്സ് ടു ബി ക്രിയേറ്റഡ് ഈസ് ₹500. ഇത്രയും ഇൻഫർമേഷൻ തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ബാഡറ്റ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് നേരത്തെ നോക്കിയ ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ആദ്യം ടു ബാഡറ്റ്സ് എന്ന് പറഞ്ഞ് ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്ന ബാഡറ്റ്സിൻ്റെ എമൗണ്ട് എഴുതുക. ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്ന ബാഡറ്റ്സിൻ്റെ എമൗണ്ട് എത്ര? ₹600. അതാദ്യം എഴുതുക. അതിൻ്റെ കൂടെ ന്യൂ ബാഡറ്റ്സ് ആഡ് ചെയ്യുക. അതായത് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിരിക്കുന്ന ബാഡറ്റ്സ്. ഫർദർ ബാഡറ്റ്സ് ടു ബി റിട്ടേൺ ഓഫ് ₹200. അപ്പോൾ ₹200 ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ ന്യൂ പ്രൊവിഷൻ ആഡ് ചെയ്യുക. അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിരിക്കുന്ന പ്രൊവിഷൻ. അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിരിക്കുന്ന പ്രൊവിഷൻ എത്ര? ₹500. അത് ആഡ് ചെയ്യുക. ഇനി ഓൾഡ് പ്രൊവിഷൻ ലെസ് ചെയ്യുക. അതായത് ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്ന പ്രൊവിഷൻ എത്രയാണെന്ന് നോക്കുക. ₹1000. അത് ലെസ് ചെയ്യുക. 600 + 200 + 500 - 1000 എന്ന് പറയുന്നത് ₹300 ആണ്. അതാണ് ഔട്ടർ കോളത്തിൽ എഴുതുന്നത്. എല്ലാം ആഡ് ചെയ്യുക. ഓൾഡ് പ്രൊവിഷൻ മാത്രം ലെസ് ചെയ്യുക. ബാഡറ്റ്സ് പ്രൊവിഷൻ ഫോർ ബാഡറ്റ്സ് വരുന്ന കേസസിൽ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ഇത് നന്നായി മനസ്സിലാക്കുക. ഇനി ചില പ്രോബ്ലംസിൽ ന്യൂ പ്രൊവിഷൻ എമൗണ്ട് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ടാവില്ല. ഇൻസ്റ്റെഡ് എത്ര പെർസെൻറ്റേജ് ആണ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടാവും. അതൊന്ന് നോക്കാം. നേരത്തെ ഡിസ്കസ് ചെയ്ത എക്സാമ്പിൾ തന്നെ ന്യൂ പ്രൊവിഷൻ ഫോർ ബാഡറ്റ്സ് ടു ബി ക്രിയേറ്റഡ് ഈസ് 5%. മുമ്പേ പറഞ്ഞ എക്സാമ്പിളിൽ പ്രൊവിഷൻ ₹500 ആയിരുന്നു. ഇവിടെ പ്രൊവിഷൻ 5%. 5% എന്ന് ഉദ്ദേശിക്കുന്നത് ഡെറ്റേഴ്സിൻ്റെ വാല്യൂവിൻ്റെ 5%. നമ്മൾ പഠിച്ച രീതി അനുസരിച്ച് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? പി ആൻഡ് എൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ആദ്യം ഓൾഡ് ബാഡറ്റ്സ് ₹600, ന്യൂ ബാഡറ്റ്സ് ₹200, ന്യൂ പ്രൊവിഷൻ 5% എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 5% കാൽക്കുലേറ്റ് ചെയ്യണം. സാധാരണ രീതി നമ്മൾ ചെയ്യുമ്പോൾ ഡെറ്റേഴ്സിൻ്റെ വാല്യൂ 20,000, അത് ഇൻറ്റു 5% ചെയ്താൽ നമുക്ക് പ്രൊവിഷൻ കിട്ടും.
പക്ഷേ ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് ഫർദർ ബാഡ് ഡെറ്റ്സ് ടു ബി റിട്ടേൺ ഓഫ് ₹200 എന്ന്. അത് കിട്ടത്തില്ലെന്ന് നമുക്ക് ഉറപ്പായതാണ്. അപ്പോൾ ഡെറ്റേഴ്സിൻ്റെ വാല്യൂയിൽ നിന്നും ഈ ₹200 നമ്മൾ എഴുതിത്തള്ളണം. നമുക്ക് കിട്ടത്തില്ല എന്ന് ഉറപ്പുള്ള ഒരു എമൗണ്ടിന് വേണ്ടി നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഡെറ്റേഴ്സിൻ്റെ വാല്യൂ 20,000, അതിൽ നിന്ന് ന്യൂ ബാഡ് ഡെറ്റ്സ് ലെസ് ചെയ്യുക 200. അപ്പോൾ നമുക്ക് അറ്റ് പ്രസൻറ്റ് ₹19,800 സൺഡ്രി ഡെറ്റേഴ്സിൻ്റെ വാല്യൂ ആയിട്ട് വരുന്നുള്ളൂ. അതിൻ്റെ 5% കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ₹990 വരും. അതാണ് ന്യൂ പ്രൊവിഷനായിട്ട് കാണിക്കേണ്ടത്. ഒന്നുകൂടെ പറയാം, ഡെറ്റേഴ്സിൻ്റെ വാല്യൂ 20,000 ആണ്. അതിൽ നിന്നും അഡീഷണൽ ബാഡ് ഡെറ്റ്സ് വന്നിരിക്കുന്ന ₹200 കൂടെ ലെസ് ചെയ്യുക. ബാക്കി വരുന്ന എമൗണ്ട് എത്ര ആണോ അതിന് മാത്രമാണ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 19,800ൻ്റെ 5% കാൽക്കുലേറ്റ് ചെയ്തു. അങ്ങനെ ₹990 കിട്ടി. അത് ന്യൂ പ്രൊവിഷൻ എന്ന് പറഞ്ഞ് കാണിച്ചു. ഇനി ഓൾഡ് പ്രൊവിഷൻ ലെസ് ചെയ്യണം. അത് ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്ന ₹1,000 എടുത്ത് ലെസ് ചെയ്യുക. ബാക്കി വരുന്ന എമൗണ്ട് ₹790 മാത്രമായിരിക്കണം ഔട്ടർ കോളത്തിൽ കാണിക്കേണ്ടത്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഈ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കണം. ഫർദർ ബാഡ് ഡെറ്റ്സോ ന്യൂ ബാഡ് ഡെറ്റ്സോ ഉണ്ടെങ്കിൽ അതുകൂടെ ലെസ് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ടിന് വേണം പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഇനി അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്ന കാര്യങ്ങൾ 2 സ്ഥലങ്ങളിൽ കാണിക്കണം നമുക്കറിയാം. ബാഡ് ഡെറ്റ്സോ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സോ വരുമ്പോൾ P&L അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഇനി രണ്ടാമത് നമുക്ക് കാണിക്കേണ്ടത് ബാലൻസ് ഷീറ്റിലാണ്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ഡെറ്റേഴ്സിൻ്റെ വാല്യൂ നിന്നും ന്യൂ ബാഡ് ഡെറ്റ്സും ന്യൂ പ്രൊവിഷനും ലെസ് ചെയ്യുക. നെറ്റ് എമൗണ്ട് ആയിരിക്കണം ലയബിലിറ്റി സൈഡിൽ ഔട്ടർ കോളത്തിൽ കാണിക്കേണ്ടത്. സോ ബാഡ് ഡെറ്റ്സോ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സോ അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ടോ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടോ തന്നിട്ടുണ്ടെങ്കിൽ അത് P&L അക്കൗണ്ടിലും കാണിക്കണം, ഡെറ്റേഴ്സിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തും കാണിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. നെക്സ്റ്റ് ഐറ്റം ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ്. ബാഡ് ഡെറ്റ് എന്ന് ഉറപ്പിച്ച് റൈറ്റ് ഓഫ് ചെയ്ത എമൗണ്ട് പിന്നീട് എപ്പോഴെങ്കിലും ഡെറ്റേഴ്സ് തിരിച്ചു തരുവാണെങ്കിൽ അതിനെയാണ് ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ് എന്ന് പറയുന്നത്. എമൗണ്ട് റിട്ടേൺ ഓഫ് ആസ് ബാഡ് ഡെറ്റ് ബട്ട് റിക്കവേർഡ് ലേറ്റർ. അതിൻ്റെ ജേർണൽ എൻട്രി ക്യാഷ് ആയിട്ടാണ് ബിസിനസ്സിലേക്ക് എമൗണ്ട് വരുന്നത് എന്നതുകൊണ്ട് ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ്. അതാണ് ജേർണൽ എൻട്രി. ഇത് P&L അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് ഓൾഡ് ബാഡ് ഡെറ്റ്സ്, ന്യൂ ബാഡ് ഡെറ്റ്സ്, ഓൾഡ് പ്രൊവിഷൻ, ന്യൂ പ്രൊവിഷൻ ഇതെല്ലാം നമ്മൾ കാണിക്കുന്നത്. അതേസമയം ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ് ഇൻകം ആയതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ബാഡ് ഡെറ്റ്സ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ്, ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ്. ബിസിനസ്സിൻ്റെ ഡെറ്റേഴ്സ് പറഞ്ഞ സമയത്ത് തന്നെ പേയ്മെൻറ്റ് നടത്തുവാണെങ്കിൽ അവർക്ക് കുറച്ച് എമൗണ്ട് ഡിസ്കൗണ്ടായി കൊടുക്കാം. നെക്സ്റ്റ് ഇയറിലാണ് പേയ്മെൻറ്റ് നടത്തേണ്ടത്, അപ്പോഴാണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അതിനുവേണ്ടി കറണ്ട് അക്കൗണ്ടിങ് ഇയറിൽ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊവിഷനാണ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ്. അതിൻ്റെ ജേർണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റഡ് ടു പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ്. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ടു ബി ഷോൺ ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു ബി ഡിഡക്റ്റഡ് ഫ്രം ഡെറ്റേഴ്സ് ഇൻ ബാലൻസ് ഷീറ്റ്. ബാഡ് ഡെറ്റ്സും അതിൻ്റെ പ്രൊവിഷൻസും നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതേ രീതിയിലാണ് ഡിസ്കൗണ്ട് അലൗഡും അതിൻ്റെ പ്രൊവിഷനും നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ നമ്മൾ കാണിക്കണം, അതുപോലെ ബാലൻസ് ഷീറ്റിൽ ഡെറ്റേഴ്സിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തും കാണിക്കണം. ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, പ്രോംപ്റ്റ് പേയ്മെൻറ്റ് നടത്തുന്ന സമയത്തിന് പേയ്മെൻറ്റ് നടത്തുന്ന ആളുകൾക്കാണ് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. ക്യാഷ് കിട്ടില്ലെന്ന് ഉറപ്പുള്ളതോ കിട്ടുമോ എന്ന് ഡൗട്ടുള്ളതോ ആയ ഡെറ്റേഴ്സിന് ഡിസ്കൗണ്ട് കൊടുക്കേണ്ട കാര്യമില്ല. സോ അങ്ങനെയുള്ള എമൗണ്ട് മാറ്റിയിട്ട് ബാക്കിയുള്ള ഡെറ്റേഴ്സിന് വേണം പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ. Provision for discount is calculated on value of sundry debtors after deduction of bad debts and provision for bad debts. ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. നേരത്തെയുള്ള എക്സാമ്പിളും അതിൻ്റെ എമൗണ്ടും തന്നെയാണ് എടുത്തിരിക്കുന്നത്. സൺഡ്രി ഡെറ്റേഴ്സ് 20,000, ന്യൂ ബാഡ് ഡെറ്റ്സ് 200, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് 990.
അത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്നുകൂടെ നോക്കാം. ഡെറ്റേഴ്സിൽ നിന്നും ന്യൂ ബാഡ് ഡെറ്റ്സ് ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള വാല്യൂവിൽ നിന്നാണ് 5% പ്രൊവിഷൻ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്നാണ് നമുക്കറിയേണ്ടത്. ബാഡ് ഡെറ്റ്സും പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സും സൺഡ്രി ഡെറ്റേഴ്സിൽ നിന്നും കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂവിൽ നിന്ന് വേണം പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഡെറ്റേഴ്സ് 20,000 മൈനസ് ന്യൂ ബാഡ് ഡെറ്റ്സ് 200 മൈനസ് ന്യൂ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് 990. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ 18,810 കിട്ടും. ഈ വാല്യൂവിൽ വേണം പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. സപ്പോസ് അത് 10% ആണെന്ന് വിചാരിക്കുക. അങ്ങനെ ആണെങ്കിൽ 18,810 ഇൻറ്റു 10% ഈക്വൽസ് 1,881. ഈ എമൗണ്ട് വേണം പി ആൻഡ് എൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലും അതുപോലെ ബാലൻസ് ഷീറ്റ് ഡെറ്റേഴ്സിൽ നിന്ന് റെഡ്യൂസ് ചെയ്തും കാണിക്കാനായിട്ട്. ഇനി ഈ വീഡിയോയിലെ ലാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ്. ബിസിനസ്സിൻ്റെ ക്രെഡിറ്റേഴ്സിന് നെക്സ്റ്റ് ഇയറിൽ പേയ്മെൻറ്റ് നടത്തുമ്പോൾ അവരും ഇങ്ങോട്ട് ഡിസ്കൗണ്ട് തരാം. അങ്ങനെ ക്രെഡിറ്റേഴ്സിൽ നിന്ന് കിട്ടിയേക്കാവുന്ന ഡിസ്കൗണ്ടിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊവിഷനാണ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ്. പ്രൊവിഷൻ ക്രിയേറ്റഡ് ഫോർ ഡിസ്കൗണ്ട് ഫ്രം ക്രെഡിറ്റേഴ്സ് ഓൺ പേയ്മെൻറ്റ്സ് ടു ദം ഇൻ നെക്സ്റ്റ് ഇയർ. അതിൻ്റെ ജേർണൽ എൻട്രി പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് ഡെറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ടു ബി ഷോൺ ഓൺ ക്രെഡിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു ബി ഡിഡക്റ്റഡ് ഫ്രം ക്രെഡിറ്റേഴ്സ് ഇൻ ബാലൻസ് ഷീറ്റ്. ക്രെഡിറ്റേഴ്സിൻ്റെ വാല്യൂവിൻ്റെ തന്നിരിക്കുന്ന പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക. ആ എമൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും ബാലൻസ് ഷീറ്റ് ക്രെഡിറ്റേഴ്സിൽ നിന്നും ഡിഡക്റ്റ് ചെയ്തും കാണിക്കാം. ഇത്രയേ ഉള്ളൂ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ്. സോ ഈ വീഡിയോയിൽ 8 അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് പഠിച്ചത്. ഔട്ട്സ്റ്റാൻഡിങ് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്, അക്രൂഡ് ആൻഡ് അഡ്വാൻസ് ഇൻകം, depreciation, bad debts related adjustments, provision for discount on debtors and creditors. ഇനിയും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്, അത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. താങ്ക് യു.